ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 4, ചാപ്റ്റർ 4. ശ്രീകൃഷ്ണൻ തൻ്റെ വാക്കുകളെ തുടരുന്നു. ശ്രീകൃഷ്ണ കണ്ടിന്യൂസ് ഹിസ് വേർഡ്സ്. ശ്ലോക 28. ദ്രവ്യയജ്ഞസ്തപോയജ്ഞ യോഗയജ്ഞസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞശ്ച യദയഃ സംശിതവ്രതാഃ. ചിലർ ദീനരക്ഷണത്തിനായും മറ്റും യജ്ഞബുദ്ധിയോടെ ദ്രവ്യദാനം ചെയ്യുന്നു. തപശ്ചര്യകളെ യജ്ഞകാര്യമായി അനുഷ്ഠിക്കുന്ന മറ്റു ചിലരുണ്ട്. വേറെ ചിലർ സമത്വബുദ്ധിയെ യജ്ഞമായി ആചരിക്കുന്നവരാണ്. വേദപാഠത്തെയും ശാസ്ത്രാർത്ഥ ജ്ഞാനത്തെയും ചിലർ യജ്ഞരൂപത്തിൽ ആദരിക്കുന്നു. ഇങ്ങനെയൊക്കെ ദൃഢമനസ്കരായി പലവിധത്തിൽ ലോകയജ്ഞത്തിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു പോരുന്നവരുണ്ട്. Having accepted strict vows, some become enlightened by sacrificing their possessions and others by performing severe austerities, by practicing the yoga, by studying the Vedas to advance in transcendental knowledge. ശ്ലോക 29. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേപാനം തഥാ പരേ പ്രാണാപാന ഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ. പ്രാണായാമ തൽപരന്മാരായ ചിലർ പ്രാണാപാനഗതികളെ തടഞ്ഞിട്ട് അപാനവായുവിൽ പ്രാണവായുവിനെയും അപ്രകാരം പ്രാണവായുവിൽ അപാനവായുവിനെയും ഹോമിക്കുന്നു. Still others who are inclined to the process of breath restraint to remain in trance practice by offering the movement of the outgoing breath into the incoming and the incoming breath into the outgoing, and thus at last remain the trance, stopping all breathing. Others, curtailing the eating process, offer the outgoing breath into itself as a sacrifice. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.